എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ ഇ ഡി ഡയറക്ടർ രാഹുൽ നവീൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇ ഡി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരള സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടുകയും ചെയ്യും. വലിയ സുരക്ഷാ വീഴ്ചയാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടായത് എന്നുള്ളതാണ് ഇ ഡിയുടെ വിലയിരുത്തൽ. എന്തായാലും ഇ ഡിയുടെ ഡയറക്ടർ രാഹുൽ നവീൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിൽ നിന്നും റിപ്പോർട്ട് തേടുകയാണ്. രാജ്യം മുഴുവൻ ചർച്ചയാണ്. വലിയ ഗുരുതരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും തീർച്ചയുണ്ട്. ഇപ്പോൾ വി ശിവൻകുട്ടിയും പോലീസുകാരും ഇ ഡിയുടെ ഇനിയുള്ള നടപടികളെന്ന് അറിയേണ്ടതുണ്ട്. വിഷ്ണു ഉണ്ട്. വിഷ്ണു, ഇ ഡി ഡയറക്ടർ തന്നെ റിപ്പോർട്ട് തേടിയതായി മനസ്സിലാക്കുന്നു. ഒപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വിഷയത്തിൽ ഇടപെടുകയാണല്ലോ. എന്താണ് വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് ഇന്ന് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങളിൽ ശക്തമായ നടപടികളിലേക്കാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കടക്കുന്നത്. ഈ സംഭവിച്ചത് എന്താണ് എന്ന് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഇ ഡി ഡയറക്ടറായിട്ടുള്ള നവീൻ. എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന പോലീസിൽ നിന്ന് ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് തേടാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ അതിക്രമത്തെ വലിയ സുരക്ഷാ വീഴ്ചയായി തന്നെയാണ് ഇ ഡി കാണുന്നത്. പോലീസ് സുരക്ഷ ഒരുക്കുമെന്ന ഉറപ്പിലാണ് ഇവർ ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായത്. പക്ഷേ ആ ഒരു സമയത്ത് പോലും ഇവർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ നിലവിലെ ഈ ഒരു സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യം ഉയരുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു അക്രമ സംഭവത്തെക്കുറിച്ച് തന്നെ ഒരു വിശദമായ റിപ്പോർട്ട് പോലീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനും കേന്ദ്ര സർക്കാരിനും സമർപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ സുരക്ഷാ വീഴ്ച സംഭവിച്ചു, കൂടാതെ പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ പാളിച്ച പറ്റിയോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി പ്രതികളെ പിടികൂടുന്നതുമായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കേണ്ടിയും വരും. ഡൽഹിയിൽ നിന്നുള്ള അപ്ഡേറ്റ് അതാണ്. പോലീസ് വിശദീകരിക്കേണ്ടി വരും. ആഭ്യന്തര വകുപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും. വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് അവിതർക്കിതമാണ്. എങ്ങനെയാ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് അത് സിറ്റി പോലീസിന്റെ വീഴ്ച കൂടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ക്രൗഡിനെ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം മാത്രമേ ഇ ഡി ഉദ്യോഗസ്ഥരെ ആ ഗേറ്റ് വഴി പുറത്തിറക്കാമായിരുന്നു. അതിനുള്ള മുമ്പ് കണ്ണൂരിലടക്കം ആദ്യം റെയ്ഡ് നടന്ന കണ്ണൂരിലടക്കം അതിന് മാതൃകകളുണ്ടായിരുന്നു. അവിടെ പോലീസ് കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെട്ട് നേതാക്കളുമായി സംസാരിച്ച്. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായതായി നമ്മൾ എന്തായാലും ദൃശ്യങ്ങളിൽ കണ്ടില്ല. വലിയ ആക്രമണം ഉണ്ടായി. ആ ഉദ്യോഗസ്ഥർക്ക് ജീവാപായം ഉണ്ടാകാത്തത് അവരുടെ ഭാഗ്യമെന്നല്ലാതെ ഈ വാഹനങ്ങൾ കാണുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നും. ആ വാഹനങ്ങൾ ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇ ഡി ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഇ ഡി ഉദ്യോഗസ്ഥയ്ക്ക് ചില്ല് കൊണ്ട് ചെറിയ പരിക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു ഡ്രൈവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ടി എസ് ഹരികൃഷ്ണ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഹരി, അവിടെ നേരത്തെ ഹരി ആ വാഹനങ്ങൾ കാണിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോകുന്ന വിധത്തിലുള്ള ആക്രമണമാണ് ആ വാഹനങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ളത്. അതിനകത്തുള്ള ആളുകളുടെ അവസ്ഥ എന്ത് എന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ആശങ്കയുണ്ടാകും. പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായും. ഇ ഡി ഉദ്യോഗസ്ഥർ എല്ലാവരും ഇപ്പോൾ എവിടെയാണുള്ളത്? ആരെങ്കിലും ആശുപത്രിയിലുണ്ടോ? ഇല്ല, ഇ ഡി ഉദ്യോഗസ്ഥരാരും ആശുപത്രിയിലില്ല. ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇ ഡി ഉദ്യോഗസ്ഥർ 4 പേരുണ്ട്. ഒരു വനിതാ ഉദ്യോഗസ്ഥയടക്കം 4 പേരാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലുള്ളത്. ഒപ്പം 8 CRPFിലെ കേന്ദ്രസേനയിലെ 8 ഉദ്യോഗസ്ഥരും. ഈ 8 4 12 പേരാണ് ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലുള്ളത്. ഒപ്പം അവർ സഞ്ചരിച്ച 3 എർട്ടിക വാഹനങ്ങളും. ഈ വാഹനങ്ങളുടെ സ്ഥിതി നമ്മൾ നേരത്തെ കണ്ടതാണ്. ഏത് സ്ഥിതിയിലാണ് ആ വാഹനം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്? പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഒരു വാഹനത്തിന്റെ മുൻവശത്തെ ചില്ല് മുഴുവനായും തകർന്നു. മറ്റൊരു വാഹനം കാര്യമായ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു വരികയായിരുന്നു. പക്ഷേ അതിനെതിരെയും ഈ ചീമുട്ട എറിയുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ ആ വാഹനത്തിന് നേരെ ഉണ്ടായി. അതിന്റെ സൈഡ് മിററൊക്കെ തകർക്കുന്ന ഒരു സ്ഥിതി ആ വാഹനത്തിന്റെ ഭാഗത്തും ഉണ്ടായി. ഇനി അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കും, തമ്പാനൂർ പോലീസ് കടക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെ പറ്റിയും എന്തൊക്കെയാണ് അവർക്ക് സംഭവിച്ചത്, പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുകയാണ്. ഈ ഇ ഡി ഉദ്യോഗസ്ഥരോടും ഒപ്പം തന്നെ CRPFിലെ ജീവനക്കാരോടും അത്തരം കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ഇതിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവർക്ക് ഈ കയ്യിൽ ചില്ലുകൊണ്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്.